ലീഗൽ ലാംഗ്വേജ് ആൻഡ് ലീഗൽ റൈറ്റിങ്ങിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് ലീഗൽ മാക്സിംസ് ഉണ്ട്. ആ ലീഗൽ മാക്സിംസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ലീഗൽ മാക്സിംസ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ലാംഗ്വേജിലാണ് ഇത് എഴുതിയിട്ടുണ്ടാവുക. ലോനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം വളരെ വളച്ചൊടിച്ച രീതിയിൽ പറയാണ്ട് ചെറിയ സെൻറ്റൻസിൽ സിമ്പിളായിട്ട് ഈ കാര്യം അവതരിപ്പിക്കുകയാണ് ഈ ലീഗൽ മാക്സിംസിൽ. ഈ ജഡ്ജ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ലീഗൽ മാക്സിംസ് ആണ് ഏറ്റവും കൂടുതൽ പറയണത്. ഒരു കാര്യത്തെ വലിച്ചു നീട്ടി പറയാണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ഫോമിൽ പറയില്ലേ, അതിനെയാണ് ഈ ലീഗൽ മാക്സിംസ് എന്ന് പറയുന്നത്. ഇത് ലാറ്റിൻ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലീഗൽ മാക്സിംസ് ആക്ടസ് നോൺ ഫാസിട്രിയം നിസീം ആൻഡ് സിട്രിയ. നമ്മുടെ ക്രൈം പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കണ ഒരു മാക്സിമാണ് ഈ ആക്ടസ് നോൺ ഫാസിട്രിയം നിസീം ആൻഡ് സിട്രിയ പറയുന്നത്. ഒരു ആക്ട്, ആൻ ആക്ട് ഈസ് നോട്ട് എ ക്രൈം അൺലെസ് ഇറ്റ് ഈസ് ഡൺ വിത്ത് എ ഗിൽട്ടി മൈൻഡ്. ഇതാണ് ഈ മാക്സിമിൻ്റെ ഒരു മീനിങ്. നമ്മളൊരു ആക്ട് ചെയ്യാണ്, ആ ആക്ട് എന്താണ്, ഒരു ഗിൽട്ടി മൈൻഡോടുകൂടി അല്ല ചെയ്യുന്നതെങ്കിൽ അതൊരു ക്രൈമായി മാറില്ല എന്നാണ് ഈ ഒരു മാക്സിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു ക്രൈമിൻ്റെ ബേസിക് എലമെൻ്റായിട്ട് നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ആക്ടസ് റിയസും മെൻസ് റിയസും. ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനെയാണ് ആക്ടസ് റിയസ് എന്ന് പറയുന്നത്. ഈ ആക്ടസ് റിയസ് തന്നെ പോസിറ്റീവ് ആക്ടസ് റിയസും ഉണ്ട്, നെഗറ്റീവ് ആക്ടസ് റിയസും ഉണ്ട്. ഈ പോസിറ്റീവ് ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് സംതിങ് റോങ്, നമ്മളൊരു തെറ്റ് ചെയ്യാണ്. ഇപ്പം നമ്മൾ ഒരാളെ അടിച്ചു, അല്ലെങ്കിൽ ഒരാളെ ഒരു കത്തിയെടുത്ത് കുത്തി, നമ്മളൊരു തെറ്റ് ചെയ്തു അവിടെ. ഇതിനെയാണ് പോസിറ്റീവ് ആക്ടസ് റിയസ് എന്ന് പറയുന്നത്. ഇനി ആക്ടസ് റിയസിനെ നെഗറ്റീവ് ആക്ടസ് റിയസ് എന്താണെന്ന് വെച്ചാൽ നോട്ട് ഡൂയിങ് സംതിങ് യു ഷുഡ് ഡു, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണ്. അതിനെയാണ് നെഗറ്റീവ് ആക്ടസ് റിയസ് എന്ന് പറയുന്നത്. സപ്പോസ് നമുക്കൊരു കുട്ടിയുണ്ട്, ഇപ്പോൾ നമ്മൾ ആ കുട്ടിക്ക് ഫുഡ് കൊടുക്കണം, ആ കുട്ടിക്ക് വിശന്നാൽ ഫുഡ് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ നമ്മൾ ആ കുട്ടിക്ക് ഫുഡ് കൊടുക്കാണ്ട് ആ കുട്ടി മരിക്കുകയാണ്. ഇതെന്താണ്, ഒരു നെഗറ്റീവ് ആക്ടസ് റിയസ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ അയാളുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഫുഡ് കൊടുക്കണം എന്നുള്ളത് അയാളുടെ ഒരു കടമയാണ്. പക്ഷെ അങ്ങനെ ഫുഡ് കൊടുക്കാണ്ട് അയാൾ സ്റ്റാർവ് ചെയ്തിട്ട് അയാൾ മരിച്ചു വിചാരിക്കുക, അതെന്താണ്, ഒരു നെഗറ്റീവ് ആക്ടസ് റിയസ് ആണ്. ഇങ്ങനെ ഈ ആക്ടസ് റിയസിന് തന്നെ പോസിറ്റീവ് ആക്ടസ് റിയസും നെഗറ്റീവ് ആക്ടസ് റിയസും ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ ആക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ആക്ഷനിലുള്ളത് ഒരു ഗിൽട്ടി മൈൻഡ് ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ. ഗിൽട്ടി മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രൈം ചെയ്യാനുള്ള ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പ്രവണത, ഇതിനെയാണ് ഗിൽട്ടി മൈൻഡ് എന്ന് പറയുന്നത്. ഈ മെൻസ്രിയ എന്ന് പറയുന്നത് ഈ ഗിൽട്ടി മൈൻഡിനെയാണ്. നമ്മളിപ്പോൾ ഒരാളെ അറിയാണ്ട് കുത്തിയതാണെങ്കിൽ അവിടെ ഗിൽട്ടി മൈൻഡ് ഇല്ല. പക്ഷെ നമ്മൾ അയാളെ കൊല്ലണം എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് കുത്തിയിട്ടുള്ളതെങ്കിൽ അവിടെ ഒരു ഗിൽട്ടി മൈൻഡ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആക്ടസ് റിയസും മെൻസ്രിയയും ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ക്രൈമായിട്ട് കണക്കാക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഈ മാക്സിമിൽ ആക്ടസ് നോൺ ഫാസിട്രിയം നിസീം ആൻഡ് സിട്രിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ക്രിമിനൽ ലോ ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ പേഴ്സൺ കനോട്ട് ബി കൺവിക്റ്റഡ് ഓഫ് എ ക്രൈം അൺലെസ് ദേ ഹാഡ് എ ഗിൽട്ടി മൈൻഡ്. ഒരാളെ ഗിൽട്ടി മൈൻഡ് ഇല്ലാണ്ടെയാണ് ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ കൺവിക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ മാക്സിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട്, അതെന്താണ്, ഒരു ഗിൽട്ടി മൈൻഡോട് കൂടിയല്ല, അയാൾക്ക് അയാൾ തെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷനും ഇല്ല. അങ്ങനെയാണ് ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ കൺവിക്റ്റ് ചെയ്യരുത് എന്നാണ് ഈ മാക്സിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻ ആക്ട് ഈസ് നോട്ട് എ ക്രൈം അൺലെസ് ഇറ്റ് ഈസ് ഡൺ വിത്ത് എ ക്രൈം. ആൻഡ് ആക്ടസ് നോൺ ഫാസിട്രിയം നിസീം ആൻഡ് സിട്രിയ എന്ന് പറഞ്ഞാൽ ഒരു ആക്ട് ക്രൈം ആവില്ല, അയാൾ ഒരു ഗിൽട്ടി ഇൻറ്റൻഷനോട് കൂടിയല്ല അത് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ക്രൈം ആവില്ല എന്നാണ് ഈ മാക്സിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.